സോ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയത്, അപ്പോൾ നിങ്ങളെ കാണിക്കാനായിട്ടൊരു കാഴ്ച കണ്ടു. സോ ഐ തോട്ട് ഓഫ് ടേക്കിംഗ് എ വ്ളോഗ്. മാത്രമല്ല ഞാൻ ഇന്ന് പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചേ. അതുകൊണ്ടാണ് ഞാൻ ഇനി വ്ളോഗ് എടുക്കുന്നത്. എന്താണ് കാഴ്ച എന്നല്ല, എൻ്റെ ഹോസ്പിറ്റലാണ്, ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണ്. അവിടെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പം നിങ്ങളെ കാണിക്കണം തോന്നി. ഇതിൻ്റെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ടിൽ ഹെലികോപ്റ്റർ വന്നതാണ്. അത് ഹെലിപ്പാഡാണ് അവിടെ. അപ്പോൾ എന്തെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസി ഉണ്ടായിട്ടുണ്ടാവും, എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഹെലികോപ്റ്റർ വന്നതാണ്. അവിടെയാണ് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തേക്കുന്നത്. ഞാൻ ആക്ച്വലി ഷിഫ്റ്റ് കഴിഞ്ഞ് ഇങ്ങനെ നടന്നു വരുമ്പോൾ പൊടപൊട ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പം ഞാനോർത്തു മുകളിൽ കൂടി പറക്കുന്നത് നമ്മുടെ തൊട്ടടുത്ത് കൂടി പോകുന്നതാണ്. അപ്പം ഞാനിങ്ങനെ നോക്കുന്നുണ്ട് എവിടെ കൂടിയാ ഹെലികോപ്റ്റർ വരുന്നത്. കാരണം ഇതിന് എയർ ആംബുലൻസ് എന്നാണ് പറയുന്നത്. എപ്പോഴും ഇതിലെ കൂടി ഇങ്ങനെ ഷട്ടിലുണ്ടാവും. അപ്പം പിന്നെ എനിക്ക് ശബ്ദം കൂടുതൽ അടുത്ത് വന്നപ്പോൾ മനസ്സിലായി ഇത് ലാൻഡിങ് ഉണ്ടെന്ന്. ഞാനും ഇതുവരെ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ടിൽ എയർ ആംബുലൻസ് ലാൻഡ് ചെയ്ത് കണ്ടിട്ടില്ല. അപ്പം ഞാനോർത്തു ഓക്കെ, സത്യം നമ്മുടെ ഉള്ളിൽ ടെൻഷനുണ്ട്. ഇനിയിപ്പോൾ രോഗിയും കൊണ്ട് വന്നതാണോ അതോ ഡോക്ടറെ വിളിച്ചിട്ട് ഏതെങ്കിലും ആക്സിഡൻറ്റ് സ്പോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എമർജൻസിയിലേക്ക് കൊണ്ടുപോകാൻ വന്നതാണോ നമുക്ക് അറിയില്ലല്ലോ. എന്നാലും ഇത് കാണാനുള്ളൊരു ക്യൂരിയോസിറ്റിയിൽ ഞാനിങ്ങനെ ഓടി വരിക. അപ്പോൾ ഇങ്ങനെ ലാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ ലാൻഡിങ് ഷോട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. ഹെലികോപ്റ്ററും പ്ലെയിനും ഒക്കെ നമുക്ക് എപ്പോൾ കണ്ടാലും ഒരു ക്യൂരിയോസിറ്റി അല്ലേ. അങ്ങനെ ഇത് NHSൻ്റെ ഹോസ്പിറ്റലാണ്. അതായത് നമ്മുടെ നാട്ടിലെ പബ്ലിക് ആശുപത്രി ഇല്ലേ, അതേപോലെ നാഷണൽ ഹെൽത്ത് സർവീസിൻ്റെ കീഴിലുള്ള ഒരു പബ്ലിക് ആശുപത്രിയാണിത്. അപ്പോൾ അതിൻ്റെ മുന്നിലത്തെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ടിലുള്ള ഹെലിപ്പാഡിൻ്റെ അവിടെയാണ് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തത്. അനു വന്ന് എന്നെ വിളിക്കുക. ഇവിടെ അധികം നേരം സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ഏറ്റവും ഞാനിവിടെ കഴിക്കാൻ വന്നത് ഇതാ പ്രോൺസ് ടെമ്പൂര. എനിക്കെല്ലാം കഴിച്ചു കാണിക്കണമെന്നുണ്ട്. എനിക്ക് കൺട്രോൾ വരുന്നില്ല. ഞാൻ കഴിച്ചിട്ട് ഇനിയിപ്പോൾ എന്താ പറയാവേ. ണ്ടിരിക്കുവാണേ. ഇതൊരു പ്ലാറ്ററാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ്. ഇപ്പോൾ എൻ്റെ പ്ലേറ്റ് കണ്ടാൽ ഇതെന്നാണെന്നറിയാം. ഞാൻ ഓരോന്നും ടേസ്റ്റ് ചെയ്ത് നോക്കുമായിരുന്നു. കാരണം ഏറ്റവും ഇഷ്ടമുള്ള എന്നാണോ അത് മാറ്റി വയ്ക്കാം, എന്നിട്ട് അത് ഏറ്റവും ലാസ്റ്റ് കഴിക്കാമെന്ന്. അപ്പോൾ ഇത് പ്രോൺസ്. ഇത് അനുവിൻ്റെ ദിവസം കാണിച്ചു തരാം. ഇവിടെ ഭയങ്കര ഒച്ചയാണ്. ഇത് പ്രോൺസ് ടെമ്പൂര. പിന്നെ ഇത് ഡക്കാണെന്ന് തോന്നുന്നു. ഇത് പോർക്കാണോ? ഇത് പോർക്കാണ്. ഇതാണോ ഡക്ക്? ഇത് ഫിഷ് കേക്ക്. പിന്നെ ഇത് ചിക്കൻ ആയിരുന്നു. പിന്നെ സ്പ്രിംഗ് റോൾ ഉണ്ട്. പിന്നെ എന്തോ ഒരു മോമോസ് പോലത്തെ എന്തോ ഒരു മോമോസ് പോലത്തെ സാധനമുണ്ട്. സ്പ്രിംഗ് റോൾ ഉണ്ട്. അങ്ങനെ എല്ലാം കൂടി ഉള്ളൊരു പ്ലാറ്ററാണ് പറഞ്ഞത്. പിന്നെ ഇത് ജാസ്മിൻ റൈസും കുറച്ച് മീറ്റൊക്കെ ആയിട്ട്. എനിക്കാണെങ്കിൽ കൊതി വന്നിട്ട് വയ്യ. ഞങ്ങളിവിടെ വന്നപ്പോൾ തുടങ്ങി എപ്പോൾ പുറത്ത് പോകാമെന്ന് പറഞ്ഞാലും ആദ്യം പറഞ്ഞാൽ ഇവിടുത്തെയാണ്. ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റാണ് തായ് ഫുഡ്. അപ്പം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ആദ്യത്തെ കൊതിയിലാണ് ഞാൻ വീഡിയോ ഓഫ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ പിന്നെ ഒരു ഷോട്ട് എടുക്കാമെന്ന് വെച്ചാൽ. അപ്പം കഴിക്കട്ടെ.
അനു എന്നെ നോക്കിയിരിക്കുവാണ്. ഞാൻ വീഡിയോ ഫിനിഷ് ചെയ്തിട്ട് അനുവിന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് അനു കഴിച്ചോട്ടെ അല്ലേ. നമുക്കിനി ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു തരാവേ. പിന്നെ ഇത് പറയില്ല, 4 സോസ് തന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു പുളിയൻ സോസാണ്, ഇതൊരു എരിവുള്ള സോസാ, ഇതൊരു നമ്മുടെ കാന്താരി മുളകൊക്കെ പൊടിച്ചിട്ട പോലത്തെ ഒരു സോസാ, ഇത് സ്വീറ്റ് ചില്ലി സോസാ. ചുമ്മാ പറയല്ല, നല്ല ടേസ്റ്റാ. ഞാൻ അത്യാവശ്യം എന്ത് കണ്ടാലും ഇങ്ങനെ എക്സ്പ്രഷൻ ഇടും. അപ്പം എൻ്റെ അമ്മയൊക്കെ പറയും ഒന്നും കാണത്തില്ല, വെറുതെ എക്സ്പ്രഷൻ ഇടുന്നതാണ്. പക്ഷെ അല്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ, സൂപ്പർ. If you get a chance to taste Thai food, you should do. It's really nice. അങ്ങനെ ആക്രാന്തം പിടിച്ച് പോയി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് നടക്കുവാണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളായി. ബാക്ക് ടു പഴയ സിറ്റി സെൻറ്ററിൻ്റെ ഒരു വൈബൊക്കെ ആയി തുടങ്ങി. സമ്മർ ആയപ്പോഴത്തേക്കും രാത്രി ഇരുട്ടാനായിട്ട് ലേറ്റ് ആകുമായിരുന്നേ. ഒരു 10-11 മണിയൊക്കെ ആകുമ്പോഴേ ഇരുട്ടുള്ളായിരുന്നു. ഇപ്പോൾ പക്ഷേ ഇപ്പോഴേ ഇരുട്ടൊക്കെ വീണിട്ട് എല്ലാ കടകളിലൊക്കെ ലൈറ്റ്സൊക്കെ ഇട്ട് സിറ്റി സെൻറ്റർ നല്ല വൈബ്രൻ്റായി. എൻ്റെ പുറകിലൊരു ബ്രൈഡ്സ് മെയ്ഡ് പാർട്ടിയൊക്കെ നടന്നു വരുന്നുണ്ട്. അവരെന്തോ, എനിക്ക് അവരുടെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, കാരണം അത് ഇഷ്യൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് പല ഹാറ്റ്സൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ ഇംഗ്ലീഷ് മൂവീസിലൊക്കെ കാണുന്ന പോലെ വരുന്നു അവർ. അപ്പോൾ അവർ ബ്രൈഡ് ടു ബി ആണ് ഒരാൾ, ബാക്കി എല്ലാവരും ബ്രൈഡ്സ് മെയ്ഡ്സ് ആണ്. അപ്പം അങ്ങനെയൊക്കെ വരിക. ഞാനാണെങ്കിൽ രാവിലെ ഡ്യൂട്ടിക്ക് പോയ കോലത്തിൽ ഓടി വന്നതാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ പോയിട്ടുള്ളതും എൻജോയ് ചെയ്തിട്ടുള്ളതും ആയിട്ടുള്ള റെസ്റ്റോറൻ്റാണ് സ്പൈസ് തായ്. എപ്പോൾ പുറത്ത് പോകാമെന്ന് വിചാരിച്ചാലും ആദ്യം ഓർമ്മ വരുള്ളൂ. കാരണം ഭയങ്കര കൊതി അവിടുത്തെ ഫുഡിനെ പറ്റി ആലോചിക്കുമ്പോഴേ അല്ലേ. ഓരോന്ന് ഓർഡർ ചെയ്തോണ്ടേ ഇരിക്കത്തില്ലേ. ഫുഡ് കഴിക്കാൻ നല്ല ടേസ്റ്റ്. ആരെങ്കിലും ലിവർപൂൾ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്വീറ്റ് സവർ മിക്സ് ടേസ്റ്റൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇവിടെ വന്ന് കഴിക്കാവേ. അപ്പോൾ ഇനി അടുത്ത് ഇവിടെ ബർത്ത്ഡേ പാർട്ടി. കണ്ടോ, സിറ്റി ഭയങ്കര ഒരു ലിറ്റപ്പ് ചെയ്ത് നല്ല ബ്യൂട്ടിഫുള്ളായി. അപ്പോൾ നോക്ക്, ഏതോ ഒരു ഹതഭാഗ്യൻ അവിടെ പെറ്റി അടിച്ചു കൊടുക്കുക പോലീസ്. നോൺ പാർക്കിംഗ് ഏരിയ എന്തോ ആണ്. സോ ലിവർപൂളിന് ഭയങ്കര ഹിസ്റ്ററി ഉണ്ട്. എന്നാന്നറിയാവോ, ബീറ്റിൽസ് ബാൻഡ് ഇവിടുന്നാണ്. ജോൺ ലിനൻ അദ്ദേഹമാണ് അതിൻ്റെ ക്രിയേറ്റർ. അപ്പോൾ അതാണ് ജോൺ ലിനൻ എയർപോർട്ട് ഉണ്ട്. പിന്നെ ഒരുപാട് ഹിസ്റ്ററിക് ബിൽഡിങ്സ് ഉണ്ട് ഇവിടെ. പണ്ടത്തെ ചരക്ക് കടത്തിൻ്റെ മെയിൻ സ്ഥലമായിരുന്നു ഇത്. അതുകൊണ്ട് ദി ഫ്യൂച്ചർ സ്റ്റാർട്ട്സ് ഹിയർ എന്ന് പറഞ്ഞിട്ടൊരു ബോർഡില്ലേ ഇവിടെ, ആൽബർട്ടോക്കിൻ്റെ അവിടെ. അത് തന്നെ. ലിവർപൂൾ പഴയ മൂഡിലേക്ക് വന്നല്ലേ. ബാക്ക്ഗ്രൗണ്ടിൽ ഏതൊക്കെയോ മ്യൂസിക് കേൾക്കുന്നുണ്ട്. ഇതിനൊക്കെ കോപ്പിറൈറ്റ് അടിക്കുമെന്ന് ദൈവത്തിനറിയാം. അയ്യോ, എനിക്ക് വയ്യ. കണ്ടോ, ഇതാണ് നമ്മുടെ സിറ്റി സെന്ററിന്റെ പഴയ ബിൽഡിങ്സാ. ഇന്നിപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ പറയാണ്, പുള്ളിക്കാരൻ താമസിക്കുന്ന വീട് 118 വർഷം പഴയതാണ്. വിന്റേജ് ബിൽഡിങ്സ് ആണ് കൂടുതൽ അല്ലേ. പിന്നുണ്ടല്ലോ, നമ്മുടെ ഡോണി ചേട്ടനെ അറിയത്തില്ലേ? ഡോണി ചേട്ടൻ നമ്മുടെ കാർ എടുക്കാൻ വന്ന വ്ളോഗിലുണ്ടായിരുന്നേ. ഡോണി ചേട്ടന് രണ്ടാമതൊരു കുഞ്ഞാവ് വന്നു. ഞങ്ങൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ്. പക്ഷേ ചേച്ചിയൊന്നും വീട്ടിലേക്ക് വന്നിട്ടില്ല ഇതുവരെ. ഞങ്ങൾ കുഞ്ഞിനെ കാണാൻ ഇങ്ങനെ ആറ്റുനോറ്റിരിക്കുക. പെൺകുട്ടിയാണ്, പേരിട്ടത് നില എന്നാണ്. നില റോസ് ഡോണി. നിളയല്ല, നില. നില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ മൂൺ. അപ്പോൾ നില റോസ് ഡോണി എന്നാണ്. അപ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻ ആക്കിയായിരുന്നു ഇവർ. നമ്മുടെ സിഗ്നലാ. ഞാൻ കണ്ടോ, എന്തൊരു അഹങ്കാരമാണെന്ന് നോക്കണേ എനിക്ക്. നമ്മുടെ സിഗ്നൽ വന്നപ്പോൾ റോഡിൽ കൂടി ഫോണും പിടിച്ച് നടക്കുക. അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ അല്ല, ഡെലിവറിയൊക്കെ ഒരു ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരങ്ങനെ അവസാനം വരെ നോക്കിയിരിക്കും നോർമൽ ഡെലിവറി ആക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഉള്ള വേദന എല്ലാം ചേച്ചി തിന്നു.
പിന്നെ അതേപോലെ എന്താണ് നാട്ടിലൊക്കെ 38 വീക്സിലൊക്കെ ഡെലിവേർഡ് ആകുന്നത് ഇവിടെ എപ്പോഴാണ് ആക്കിയത്. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടു. ഞങ്ങളതുകൊണ്ട് ഈഗർലി വെയിറ്റിംഗ് ആണ് ഞങ്ങളുടെ കുഞ്ഞുവാവെ കാണാൻ വേണ്ടി. സോ ചിലപ്പോൾ ഇനി നെക്സ്റ്റ് വ്ലോഗ് അതായിരിക്കും. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഐ നോ ഇറ്റ് വാസ് എ വെരി ഷോർട്ട് വീഡിയോ. ഇതിൻ്റെ അകത്ത് എന്താ ഉള്ളത് ഒന്നുമില്ല. ഇന്നത്തെ ഒരു വൈകുന്നേരം അത്രയേ ഉള്ളൂ. അപ്പം എന്താ പറയുക, സീ യു വിത്ത് അനദർ വ്ലോഗ്. ബൈ. എനിക്കിവിടെ ജാക്കറ്റ് ഇടാതെ നിൽക്കാൻ പറ്റുന്നില്ല. ഇവിടുത്തെ ആൾക്കാരൊക്കെ ജാക്കറ്റൊന്നും ഇടാതെ ഫ്രീ ആയിട്ട് നടക്കുന്ന കണ്ടോ. ആൾക്കാർക്ക് തണുക്കുന്നില്ല എന്ന് തോന്നുന്നു. അവരൊക്കെ യൂസ് ടു ആണല്ലോ. രാത്രി സർവീസ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ടാണിത്. ഇതാണ് അറൈവ, ഇത് സ്റ്റേജ് കോച്ച്. രണ്ടും പബ്ലിക് ട്രാൻസ്പോർട്ടാണ്. കം ഓൺ. ഇവിടെ പ്രൈവറ്റ് ട്രാൻസ്പോർട്ട് ഉണ്ടോ അനു? അതല്ല, ഈ മറ്റേ നമ്മൾ അറൈവയിലൊക്കെ പോകുന്ന പോലെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ആ അങ്ങനെയല്ല, കോപ്പറേറ്റീവ് അത് പബ്ലിക് ട്രാൻസ്പോർട്ട് ആണല്ലോ. ടൂർ ബസ്സുകളൊക്കെ ഉണ്ട് ഇവിടെ, പ്രൈവറ്റ് ടൂർ ബസ്സുകൾ ഒത്തിരി ഉണ്ട്. അതുപോലത്തെ ഒരെണ്ണമാണ് ഞാൻ കിടക്കുന്നത്, ഗ്ലോബസ് ഉണ്ടോ? അതൊക്കെ ഒരു ടൂർ ബസ്. പ്രൈവറ്റ് ട്രാൻസ്പോർട്ട്സ് ഇല്ലെന്നാണ് പറഞ്ഞത്. അതായത് ഡെയിലി യൂസിലുള്ള പ്രൈവറ്റ് ട്രാൻസ്പോർട്ട്സ്. സോ വി ആർ ഗോയിങ് ബാക്ക്. ഞാൻ എന്താ ഈ വീഡിയോ എടുക്കുന്നതെന്ന് അറിയാം. കുറച്ച് ഇവിടുത്തെ ഐ മീൻ റോഡും രാത്രിയിലുള്ള ഒരു ലൈഫും ഇച്ചിരി ഞങ്ങളുടെ കൂടെ തന്നെ നിങ്ങളും ട്രാവൽ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ ഈ റോഡ് എടുക്കുന്നത്. കുറേ പേര് പറയാറുണ്ട്, അയ്യോ റോഡ് കാണിക്കല്ലേ, ഞങ്ങൾക്ക് റോഡ് കണ്ട് മടുത്തു എന്ന് പറയാറുണ്ട്. പക്ഷെ ഇത് ഞാൻ ഓർത്തു, അനു കാണുന്ന ഒരു വ്ലോഗുണ്ട്, പുത്തേട്ട് ട്രാവൽ വ്ലോഗ് എന്ന് പറഞ്ഞാൽ, നിങ്ങളെല്ലാവരും അത് കാണുന്നുണ്ടാവത്തില്ലേ. അവരിങ്ങനെ റോഡ് തന്നെയാണ് കാണിക്കുക. അപ്പം നമുക്ക് ആ പ്ലേസിൽ കൂടി നമ്മൾ പോകുന്ന കണക്ക് തോന്നുവേ. ഞാൻ ഇമിറ്റേറ്റ് ചെയ്യുമെന്നല്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇവിടുത്തെ പരിപാടിയൊക്കെ കാണാൻ പറ്റുമല്ലോ. അതാണ് ആ ടണൽ, നമ്മൾ അണ്ടർ വാട്ടർ ടണലിൽ കൂടി പോയില്ലേ ഹിൽബ്രി ഐലൻഡ് പോയപ്പം, ആ ടണലാണ് അത്. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടുത്തെ ഒരു നൈറ്റൊക്കെ എൻ്റെ കൂടെ തന്നെ നിങ്ങൾക്കും എക്സ്പ്ലോർ ചെയ്യാമല്ലോ. അതുകൊണ്ടാട്ടോ ഞാൻ ഈ റോഡൊക്കെ എടുക്കുന്നത്. ഇതാണ് ലിവർപൂൾ ജോൺ മൂർസ് യൂണിവേഴ്സിറ്റി കേട്ടോ. സോ അങ്ങനെ നമ്മൾ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുവാണ്. ഇതിപ്പോ 4-ോ 5-ാമത്തെ പ്രാവശ്യമായി വീഡിയോ എൻഡ്. എന്താ റോഡ് ക്ലോസ്ഡ് ആണെന്ന്? അയ്യോ എന്ത് ചെയ്യും, സാരമില്ല, ഇതുവഴി പോകാം. പുതിയ വഴിയൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. നമ്മൾ വന്ന റോഡ് ക്ലോസ്ഡാ. സോ നമ്മൾ അടുത്ത വഴിയെ പോകുക. ഇവിടുന്ന് ടേൺ എടുക്കാൻ പറ്റൂലേ? അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം കേട്ടോ. ഇവിടെ അങ്ങനെ തോന്നുന്ന പോലെ ഓക്കെ ഒരു വഴി തെറ്റി എന്നാൽ നമുക്ക് ഇവിടുന്ന് ഒരു ടേൺ എടുത്തേക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ടേൺ എടുക്കാനൊന്നും പറ്റില്ല. അതിന് കൃത്യമായിട്ട് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകണം. ഇവര് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് കോവൻട്രി പോയപ്പോഴേ ഒരു വളവ് തെറ്റി, എന്നിട്ട് പിന്നെ 1 കിലോമീറ്റർ ഓടിയിട്ടാണ് പിന്നെ കറക്റ്റ് അവിടെ എത്തിയത് അല്ലേ. 15 മൈൽ എന്ന് പറഞ്ഞാൽ 17 കിലോമീറ്റർ. എത്രയാ? അപ്പൊ അന്ന് നിങ്ങൾക്ക് ആ വളവ് തെറ്റിപ്പോയിട്ട് നിങ്ങൾ പിന്നെ 17 കിലോമീറ്റർ ഓടിയാ? ശരിക്കും? ആണോ? ഓക്കെ. നമ്മളിപ്പോ എവർട്ടൺ പാർക്കിന്റെ അടുത്തൂടെയല്ലേ പോകുന്നത്? ഞാൻ ഒരിക്കലും പോയായിരുന്നു, ഞാനും ആദി മനീഷും എല്ലാരും കൂടി. നിങ്ങളെയും കൊണ്ടുപോവാ, ഉടനെ തന്നെ കൊണ്ടുപോവാം കേട്ടോ. കേട്ടിട്ടുണ്ട്. ഇവിടുന്ന് റൈറ്റ് പോകുമ്പോഴേ. ഓക്കെ ഗൈസ്, അപ്പം അടുത്ത നാൾ സന്ധിക്കും വരേക്കും വണക്കം.